അയ്യോ പൊക്കല്ലേ വിട് 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 പൊണ്ണ വിട് 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 അവിടെ ഇതിലുണ്ട് ഞാനും ദീപമായിട്ടൊന്നും എടുത്തില്ല. ലെറ്റർ കൊടുക്കുമ്പോ അബിയുടെ എൻ്റെ ഒരു ഫ്രണ്ടിന്റെ ലെറ്റർ ഇവന്റെ ഫ്രണ്ടും എൻ്റെ ഒരു ഫ്രണ്ടും അവർ തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു ആക്ച്വലി. അപ്പോൾ അവരുടെ മീഡിയേറ്റർ ആയിട്ട് നിന്ന ആൾക്കാരാണ് ഞങ്ങൾ രണ്ടുപേരും. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഇപ്പൊ സെറ്റായി. ഇപ്പോഴല്ലാടാ പറഞ്ഞുതരാം. ഇവള് 6ാം ക്ലാസ്സിൽ, ഞാൻ 7ാം ക്ലാസ്സിൽ അല്ലേ? 6ാം ക്ലാസ്സിൽ. എന്നിട്ട് ഇവളാണ് എന്നോട് ആദ്യം ഇഷ്ടമാന്ന് പറഞ്ഞത്. എന്നെ ആദ്യം ഇഷ്ടം ഉണ്ടായില്ല. ഇവളാൻസും കുറച്ച് തടിച്ചിട്ടാന്നു. അപ്പോൾ എനിക്ക് ഇഷ്ടമാകുന്നില്ല. അപ്പോൾ പക്ഷെ എനിക്ക് ചെറിയൊരു ഇഷ്ടമുണ്ടായിരുന്നു. ഞാനൊരു +1 ഒക്കെ ആയപ്പോഴാണ് ഇവളോട് എന്നിട്ട് എനിക്കൊരു ഇഷ്ടം തോന്നി ഇവളോട് ഇങ്ങനെ. പിന്നെ അതിൻ്റെ ഇടയിൽ കണ്ടിന്യൂസ് അല്ല, ഇടയ്ക്ക് ഇങ്ങനെ തല്ലിപ്പിരിഞ്ഞ് പോവും. പിന്നെ നേരെ കണ്ടിന്യൂ നേരെ ഇഷ്ടമില്ലാണ്ടാവും. അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെയായിരുന്നു. സോ എക്സൈറ്റഡ്. വേറൊന്നും പറയാനില്ല, അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഗൈസ്. ഇഷ്ടമൊന്നും പറഞ്ഞിട്ടില്ല. +1 പഠിക്കുമ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. അവൻ വഴി പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞു ഇങ്ങനെ സൂരജ് വരും കാണാൻ, അപ്പോൾ നീ അവനോട് എതിർത്ത്. കാരണം എനിക്ക് തീരെ ഇഷ്ടമുണ്ടായില്ല, കുറേ പ്രശ്നങ്ങൾ അതിൻ്റെ ഇടയിൽ ഉണ്ടായുണ്ട്. അപ്പോൾ ഒന്നും പറയണ്ട, ജസ്റ്റ് അവൻ പറയുന്നത് കേട്ടിട്ട് പോന്നു പറഞ്ഞു. അപ്പോൾ ഞാൻ ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് നിന്നു. എന്നിട്ട് ഇതേപോലെ ക്രിസ്മസ് സെലിബ്രേഷൻ്റെ അന്ന് വന്നിട്ടുണ്ടായിരുന്നു. വന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ നിൽക്കുക, ഒന്നും പറഞ്ഞൊന്നുമില്ല. എന്നിട്ട് ഞാൻ പോയി ആള്. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്നെ ഫേസ്ബുക്ക് ഐഡിയിൽ കയറിയിട്ട്, അതും എൻ്റെ അച്ഛൻ്റെ ഫേസ്ബുക്ക് ഐഡിയിൽ കയറിയിട്ട് ഇവന് മെസ്സേജ് അയച്ചു. ഹലോ, നോ റിപ്ലൈ, ഞാൻ ദേവിക, നോ റിപ്ലൈ, എനിക്ക് ഒന്നും പറയരുത്, എൻ്റെ അടുത്ത് അമ്മ ഉണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞ് ഐ ആം സ്റ്റിൽ ഐ ലവ് യു എന്ന് പറഞ്ഞിട്ട് അത് അവിടെ വെച്ചു. എന്നിട്ട് ഇവൻ ഭയങ്കര ഷോക്കഡായിട്ട് ശരിക്കും എന്നൊക്കെ ചോദിച്ചു. എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങടാണ് ശരിക്കും ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു റിലേഷൻഷിപ്പ് മോഡിലേക്ക് വന്നത്. പിന്നെ ഫുള്ള് പ്രശ്നങ്ങളാണ്. അതെ, പിന്നെ വീട്ടില് ഫുൾ പ്രശ്നങ്ങൾ, അടിയോടടി അടിച്ച് കണ്ണൊക്കെ കളഞ്ഞു. അതെ, വീട്ടില് തീരെ അക്സെപ്റ്റ് ചെയ്യില്ല എന്ന് വിചാരിച്ചിട്ടുള്ള ഒരു, ഞങ്ങൾ ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടില്ല ഇതേപോലെ ഒരു, എന്താ പറയാ, ഇതുപോലെ ഇങ്ങനെയൊന്നും എക്സ്പെക്ട് ചെയ്തിട്ടില്ല ഞങ്ങൾ. കാരണം എന്ന് വെച്ചാൽ ഒരിക്കലും ഫാമിലി അക്സെപ്റ്റ് ചെയ്യില്ല എന്ന് നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അവരും ഇപ്പോഴാണ് ഒരു 2 ഇയർ ആവുമ്പോൾ അവരത് ഓക്കെ പറഞ്ഞു. कुछ पूछा ना कुछ मांगा, तूने दिल से दिया जो दिया, ना कुछ बोला. ഞാൻ എൻ്റെ കൂടെ ലൈഫിൽ ഇങ്ങനെ ഇന്നിങ്ങനെ കൈ പിടിച്ച് ഇങ്ങനെ ലൈഫ് ലോങ് ഇങ്ങനെ കൊണ്ടുപോകണമെന്നുണ്ട് നിന്നെ. तू ही धूप तू ही छाया तू ही अपना पराया, और कुछ ना जानू बस इतना ही जानू, तुझ में रब दिखता है यारा, मैं क्या करूं, तुझ में रब दिखता है यारा, मैं क्या करूं, सजदे सर झुकता है यारा, मैं क्या करूं, तुझ में रब दिखता है यारा, मैं क्या करूं. रब ने बना दी जोड़ी, ഇന്ന് നമ്മുടെ ബിഗ് സിസ്റ്ററിന്റെ എൻഗേജ്മെന്റ് ഡേ ആണ്. പറയാൻ പ്രത്യേകിച്ച് വാക്കുകളൊന്നുമില്ല, സന്തോഷമുണ്ട് നന്നായിട്ട്. പിന്നെ അവർ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഈ ഒരു സ്റ്റേജിലേക്ക് എത്തിയത്. വീട്ടിലെല്ലാവർക്കും ഭയങ്കര എതിർപ്പായിരുന്നു അവരുടെ ഈ റിലേഷൻ. പിന്നീട് അത് നല്ല രീതിക്ക് മുന്നോട്ട് പോയി. അതാണ് അവരത് പ്രൂവ് ചെയ്തു, അത് അങ്ങനെയല്ല.
ഞങ്ങളെ സ്നേഹം ആണ് വലുത് എന്ന് അവരത് പ്രൂവ് ചെയ്തു. സൂരജേട്ടൻ നല്ലൊരാളാണ്. അതെ, എന്തുകൊണ്ടും പാവാണ്, എല്ലാ കാര്യം ചെയ്തു തരും. അതെ, ഞങ്ങളുടെ വീട്ടിലേക്ക് വരാൻ എന്തുകൊണ്ടും നല്ലൊരു പ്രാപ്തനായുള്ള ഒരാളാണ്. ആളാണ്. Shoes and untied laces. Fall on my feet and stand in my place. Let the rain hold on and weep in the falls of my. ഞാനും ദേവുട്ടിയും തമ്മിലൊരു 4 വയസ്സ് തൊട്ടിട്ടുള്ള ഒരു പരിചയമാണ്, കണക്ഷൻ ഉണ്ട് ഞങ്ങൾ തമ്മിൽ. അതുകൊണ്ട് തന്നെ അവളുടെ എല്ലാ കാര്യങ്ങളും ഓൾമോസ്റ്റ് എനിക്ക് അറിയുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഇവരുടെ ഇപ്പോൾ ഈ റിലേഷൻഷിപ്പിനായാലും ഞാൻ 5th പഠിക്കുമ്പോൾ തന്നെ തൊട്ട് ഇവരുടെ കാര്യങ്ങൾ കണ്ടു തുടങ്ങിയതാണ്. അതുകൊണ്ട് ഇപ്പോൾ ഇവർ എൻഗേജ്ഡ് ആയപ്പോൾ എന്താ പറയുക, ഇമോഷണലി അതുപോലെ ഭയങ്കര ഹാപ്പിയാണ്, നല്ല ഹാപ്പിയാണ്.